ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദീപ് വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഫെബ്രുവരി മാസം 9-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഒരുപാട് ചിത്രങ്ങൾ ഈ ഒരു ആഴ്ചയിൽ OTT റിലീസിന് എത്തുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൊക്കെ ചിത്രങ്ങൾ OTT റിലീസിന് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല, ഒരു പേഴ്സണൽ തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ പ്രേക്ഷകരും മുന്നോട്ട് ക്ഷമ ചോദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സമയം ഉപയോഗിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാനും നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവി അപ്ഡേറ്റ് ആണ്. ദ മാർവൽസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം 9-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൈജു ഉറുപ്പ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്ത് വന്ന ഒരു വെബ് സീരീസാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ സമയകാലത്ത് ഇപ്പോൾ ഫെബ്രുവരി 9-ാം തീയതി നാളെയാണ്. ചിത്രത്തിന്റെ മറ്റുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇത് പുറത്തു വന്നിട്ടില്ല. ചിത്രം പോസ്റ്റ്പോൺ ചെയ്തെന്നുള്ള കാര്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ചിത്രം ഇന്ന് വൈകിട്ടോടുകൂടി ചിത്രം സോണി ലീവിലെ സ്ട്രീമിംഗ് ആരംഭിക്കുകയായിരിക്കും. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ്, അതുപോലെ തന്നെ ശിവരാജ് കുമാർ, സുദീപ് കിഷൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം പൊങ്കൽ റിലീസായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐലൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശിവകാർത്തികേയൻ, അതുപോലെ തന്നെ രാഹുൽ പ്രീത് സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമാണ് ഐലൻ എന്ന് പറയുന്നത്. പൊങ്കലിന് കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള സൺനെസ്റ്റ് ആണ്. സൺനെസ്റ്റിലൂടെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഓൾറെഡി ഈ ഒരു ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഒറിജിനൽ ക്വാളിറ്റി റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുണ്ടൂർകാരം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഹേഷ് ബാബു, ജയറാം, ജഗപതി ബാബു, ശ്രീലൈല എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ഗുണ്ടൂർകാരം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം പൊങ്കൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇപ്പിടിക്കു കാതൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭരത്, അതുപോലെ തന്നെ ജനനി അയ്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമാണ് ഇപ്പിടിക്കു കാതൽ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ആഹാ തമിഴിലൂടെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി തമിഴ് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 1000 പൊൻകാസുകൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിദ്യാർത്ഥ്, ജോർജ് മാരൻ, അതുപോലെ തന്നെ ശരവണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമാണ് 1000 പൊൻകാസുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ആസ്ട്രോ ബോക്സ് മൂവീസ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി ആസ്ട്രോ ബോക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം അല്ല, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ചിത്രം ഫെബ്രുവരി മാസം 9-ാം തീയതി 9 മണിക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബബിൾകം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റോഷൻ, അതുപോലെ തന്നെ മാനസ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിലൂടെ താവുന്ന ഒരു ചിത്രമായിരുന്നു ബബിൾകം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ തെലുങ്കാണ്. ആഹാ തെലുങ്കിലൂടെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സഭാനായകൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അശോക് സെൽവരാജ്,
അതുപോലെ തന്നെ മേഘ ആകാശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വേർത്തിലൂടെ താന്ന ഒരു ചിത്രമായിരുന്നു സഭാനായകൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാമിലൊക്കെ ഇതിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് ഇപ്പോൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആസ്ട്രോ ബോക്സ് മൂവീസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ചിത്രത്തിൻ്റെ TV റിപ്പ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ഈ ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റിലീസ് OTT റിലീസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മൂവിയായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നേരത്തെ തന്നെ C5 സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ റിലീസ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നില്ല. ഇപ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി ഹിന്ദി ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ചിത്രം ഫെബ്രുവരി മാസം 16-ാം തീയതി ഹിന്ദി ഭാഷയിൽ എന്തായാലും സ്ട്രീം ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഒഫീഷ്യലി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൽബ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രഞ്ജിത്ത്, അതുപോലെ തന്നെ ഷൈൻ നിഗം, ജാഫർ ഇടുക്കി, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു കൽബ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലോട് കൂടി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പതിവ് പോലെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അബ്രഹാം ഹൗസ്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയറാമേൻ്റെ ഗംഭീര തിരിച്ചുവരവ് നൽകിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അബ്രഹാം ഹൗസ്ലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയും ജയറാമേട്ടനും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അബ്രഹാം ഹൗസ്ലർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ എന്ന് ഒരു ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിത്രം നാളെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. സർപ്രൈസ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു. ഒരു ത്രില്ലർ, ഒരു എന്താ പറയുക, മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ്. ചിത്രം ചിലപ്പോൾ നാളെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ചിത്രം നാളെ OTT റിലീസിന് എത്താം, ചിലപ്പോൾ എത്താതിരിക്കാം. അല്ലെങ്കിൽ അടുത്ത വീക്കോട് കൂടിയിട്ടായിരിക്കും ഈ ചിത്രം ഒഫീഷ്യലി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഈ അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു രീതിയിലുള്ള വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലൂടെ ചിത്രം ഉടൻ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലോട് കൂടിയിട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.